നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ. പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള സാലറീസോ അതിനനുസരിച്ചുള്ള സ്കിൽസ് കാണുമായിരിക്കാം. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പുഷപ്പും മനസ്സിനുള്ളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് താഴെ തട്ടി തന്നെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാലറി എന്ന് പറയുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10,000 റേഞ്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ മാളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയാണ്. മാളിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാളിലെ അതുപോലെ ഈ ജ്വല്ലറീസ്, തുണിക്കടാസൊക്കെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ വലിയ സ്റ്റാർട്ടിങ് സാലറി ആണെങ്കിലും കുറേ നാൾ കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള സാലറീസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് അപ്ഡേറ്റഡ് ആവാതെ, ഇവരൊക്കെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത രീതി? ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വയം തൊഴിൽ പദ്ധതികളായിട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതിനനുസരിച്ച് സ്കിൽസ് ഇല്ലാത്തതുകൊണ്ടാണോ അതോ അവരുടെ മനസ്സിനകത്ത് നമ്മൾ ബിസിനസ് ചെയ്താൽ തോറ്റു പോകും എന്നുള്ള പ്രതീക്ഷകളുണ്ടാണ്? അപ്പം ഞാൻ അതിനകത്ത് ഒരു പ്രൊവക്കേഷൻ തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു പ്രൊവക്കേഷൻ തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഒരു നാളിൽ നിങ്ങളിപ്പോൾ വിചാരിച്ചേക്കുന്ന രീതിയിൽ വിചാരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് സാലറി തരുന്ന രീതിയിൽ അവർ വളരത്തില്ലായിരുന്നു. അതിപ്പോൾ 5,000 രൂപയായിട്ടോ 10,000 രൂപയ്ക്കോട്ടെ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നമ്മുടെ മനസ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ അതേ രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങളൊരു മുതലാളിയായി ചിലപ്പോൾ മാറും. ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കടമയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ സ്വയം പര്യാപ്തമായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ രാജ്യത്തോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കടമ.